എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ സമ്മാൻ നിധിയിൽ ഇപ്പോൾ ഒരു വമ്പൻ അപ്ഡേഷൻ നടന്നിരിക്കുകയാണ്. എല്ലാവരും കാത്തിരുന്നൊരു അപ്ഡേഷനാണിത്. അപ്പോൾ ഈ PM കിസാൻ സമ്മാൻ നിധി കുറെ ആൾക്കാർക്ക് റിജക്ഷൻ എന്നൊരു ഓപ്ഷൻ വന്നിരുന്നു. കുറെ തെറ്റുകൾ തിരുത്താനുണ്ടായിട്ട് PM കിസാന്റെ കുറെ ആൾക്കാർക്കുണ്ടായിരുന്നു. അവർക്കൊന്നും ഇതിപ്പോൾ ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ PM കിസാൻ വീണ്ടും ആ ഒരു ഓപ്ഷൻ അവിടെ കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് റിജക്റ്റ് ആയിട്ടുള്ളവരാണോ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ വീണ്ടും അപേക്ഷിക്കാനായിട്ടാണോ, എല്ലാ കാര്യങ്ങൾക്കായിട്ടും PM കിസാൻ സമ്മാൻ നിധിയുടെ അപ്ഡേഷൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ PM കിസാന്റെ വെബ്സൈറ്റിൽ അത് ആക്റ്റീവ് ആവുന്നതാണ്. നിങ്ങളുടെ തെറ്റുകൾ തിരുത്താം. നിങ്ങളെ റിജക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അപ്രൂവൽ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവരാണ്, അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയും അവരുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. PM കിസാന്റെ പുതിയ ഇൻഫർമേഷൻ അപ്ഡേഷൻ ഉള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ എത്താൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ റിജക്റ്റ് ആയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിജക്ഷൻ എന്താണ്, നിങ്ങളുടെ റീസൺ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ആ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് തന്നെയും PM കിസാൻ സമ്മാൻ നിധിയുടെ അപ്രൂവൽ നിങ്ങൾക്ക് വാങ്ങിക്കാനും സാധിക്കുന്നതാണ്. നമുക്ക് 3 മാസമായാലും 4-5 മാസമായിട്ട് തന്നെയും ഈ ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ലായിരുന്നു. നമുക്ക് ആ തെറ്റുകൾ തിരുത്താൻ മേലാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് അതിനൊരു മാറ്റം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ഇത് വളരെ വലിയൊരു അപ്ഡേഷൻ തന്നെയാണ്. കാരണം ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ റിജക്ഷൻ വന്നിട്ടുള്ളതാണ്. പലവിധ തെറ്റുകൾ കൊണ്ട് തന്നെയും 2019 ലാൻഡ് ടാക്സ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെയും അവർക്ക് അങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് PM കിസാൻ സമ്മാൻ നിധി പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം നമുക്ക് ആ ഒരു അപ്ഡേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും PM കിസാൻ സമ്മാനിലേക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ ഐഡി ഇനി ആരെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം എടുക്കേണ്ടതാണ്. ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്, പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇതൊന്നും പെൻഡിങ്ങിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. 12 മണിക്കൂർ തന്നെ നമ്മുടെ ഫാർമർ ID ജനറേറ്റ് ആവുന്നതാണ്. നിങ്ങൾ എപ്പോഴും സ്റ്റാറ്റസ് നോക്കി പെൻഡിങ്ങിൽ നിൽക്കുക എന്നുള്ളത് വേണ്ട. നിങ്ങളുടെ കരമടച്ച രസീതിൽ നിങ്ങൾ ഒരു പേര് മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രൂവൽ കിട്ടുന്നതാണ്. അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല. അതിൽ ഒന്നിലധികം ആൾക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് റിജക്ഷൻ ആയി പോകും, മിസ്മാച്ച് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാദർ നെയിം അല്ല അവിടെ കാണിച്ചിരിക്കുന്നത്, നിങ്ങളുടെ ആധാറിലുള്ളത് വേറൊരു പേരാണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ നെയിമിനകത്ത് മിസ്മാച്ച് കാണിക്കും. അങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ മാത്രം നോക്കിയാൽ മതി. അതെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ അത് വീണ്ടും ആപ്ലിക്കേഷൻ കൊടുക്കുക, നിങ്ങൾക്ക് ഫാർമർ ID ജനറേറ്റ് ആവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേഷൻ നമുക്ക് എത്താൻ പോവുകയാണ്. ആർക്കെങ്കിലുമൊക്കെ അത് ചെയ്യാനുള്ളവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തിങ്കളാഴ്ചയോടൊക്കെ തന്നെയും നമുക്ക് ആ ഒരു അപ്ഡേഷൻ പൂർണ്ണമായിട്ടും നമ്മുടെ വെബ്സൈറ്റിൽ എത്തുകയാണ്. അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ തിരുത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എത്രയും വേഗം അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തി നിങ്ങൾക്ക് വീണ്ടും അപ്രൂവൽ എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്ഡേഷൻസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്